മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കുമെന്ന് ഡിഎഫ്ഒയുടെ ചുമതലയുള്ള എസിഎഫിൽ നിന്നും ഉറപ്പ് ലഭിച്ചതായി വി കെ ശ്രീകണ്ഠൻ എംപി അറിയിച്ചു. കൊല്ലപ്പെട്ട അലന്റെ കുടുംബത്തിനുള്ള ധനസഹായം 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഉടൻ അനുവദിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയതായി വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു. ഗുരുതര പരിക്കേറ്റ അമ്മ വിജിയുടെ ചികിത്സയ്ക്ക് 2 ലക്ഷം രൂപയാണ് വനംവകുപ്പിന് അനുവദിക്കാൻ കഴിയുക. ഇതിൽ 1 ലക്ഷം രൂപ ഉടനെ ലഭ്യമാക്കും. വിജിയുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രദേശത്ത് ഫെൻസിംഗ് പൂർണ്ണമായും നടപ്പാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു. തെരുവുവിളക്കിന്റെ അഭാവം പരിഹരിക്കണം. വനംവകുപ്പ് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും എം പി ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ആദ്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 മാസക്കാലമായി നാട്ടുകാരുടെ മലയോര മേഖലയിലുള്ള ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള ആളുകളുടെ നിരന്തരമായ പരാതി അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതായിരുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് ആനയെ കണ്ടവരും നേരിട്ട് DFOക്ക് പരാതി കൊടുത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായത് അവിചാരിതമായിട്ടാണ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആനയെ കാണാൻ കഴിയാതെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ആന ഇറങ്ങി എന്നുള്ള വിവരം മെസ്സേജായിട്ട് പോകാറുണ്ട്, അവിടെ എല്ലാം അനൗൺസ് ചെയ്യാറുണ്ട്. അതിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കളും അവരുടെ നാട്ടുകാരും ഒക്കെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല, ഒരു തീരുമാനമെടുക്കാതെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ വികാരം വളരെ കറക്റ്റാണ്. ഇതിനു മുമ്പും പരിക്ക് പറ്റിയവരുടെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ്മെൻറ്റ് വളരെ വൈകിയതുകൊണ്ടും കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടും വലിയ ആശങ്കയിലാണ്. കാരണം പരിക്ക് പറ്റിയ അമ്മ, മരിച്ച ആളുടെ അമ്മ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. വളരെ ഗുരുതരമായിട്ടാണ് അവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ജില്ലാ കളക്ടർ മുഖാന്തരം ഇടപെടുകയും തൃശ്ശൂർ ജില്ലാ കളക്ടറുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സംസാരിക്കുകയും ചെയ്ത് അമ്മയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും ആശുപത്രിയിൽ തന്നെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ പരിക്ക് പറ്റിയവർക്ക് മരിച്ചവരുടെ നഷ്ടപരിഹാര തുക നിങ്ങൾക്കറിയാം, അത് റിലീസ് ചെയ്യാൻ DFO തീരുമാനിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയ അമ്മയുടെ ചികിത്സയ്ക്ക് 2 ലക്ഷം രൂപ വരെയാണ് DFOക്കുള്ള ചുമതല. അതിൽ 1 ലക്ഷം രൂപ ഇന്ന് തന്നെ അടിയന്തരമായിട്ട് അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കും എന്നുള്ള ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചികിത്സ പൂർണ്ണമായിട്ടും സർക്കാർ സംവിധാനത്തിൽ ചെയ്യുമെന്നും അതുപോലെ നഷ്ടപരിഹാരം ചികിത്സയ്ക്കുള്ള ചെലവിനുള്ള തുകയിൽ നിന്നും 1 ലക്ഷം രൂപ ഇന്ന് കൊടുക്കും എന്നറിയിച്ചത് പ്രകാരം ബന്ധുക്കൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും തയ്യാറായിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ മലമ്പുഴ പ്രദേശത്ത്, കഞ്ചിക്കോട് പ്രദേശത്ത്, കല്ലടിക്കോട് ഉൾപ്പെടെ റെയിൽ ഫെൻസിങ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതുപോലെ അവിടേക്കുള്ള പല ഗതാഗത സൗകര്യങ്ങളില്ല, അതുപോലെ തെരുവുവിളക്കിൻ്റെ അഭാവമുണ്ട്, ആന വരുന്നത് അറിയുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചും കൂടെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇനിയും ഈ കാട്ടാനകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അക്രമകാരികളാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് അഭിപ്രായം.